മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോഴാണ് നമ്മളുള്ളത് മണ്ണടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ആ ഒരു പ്രദേശമാണ് ചരിത്രപ്രസിദ്ധമായ മണ്ണടി. മണ്ണടി ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാമ്പിത്താൻ എന്ന് പറയുന്ന അമാനുഷിക സിദ്ധിയുള്ള ഒരു കഥ മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ കാമ്പിത്താൻ കടവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പാറക്കടവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കടവിനെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാമ്പിത്താൻ മണ്ഡപത്തിലാണ്. ഈ കാണുന്നതാണ് കാമ്പിത്താൻ മണ്ഡപം. പൂർണ്ണമായും ശിലകളാൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മണ്ഡപം വളരെയധികം കൗതുകകരവും എന്നാൽ ആകാംക്ഷ ഉളവാക്കുന്നതുമാണ്. മണ്ണടി ദേവീക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുകൂടി കല്ലടയാർ ഒഴുകി വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് കാമ്പിത്താൻ കടവ് അഥവാ പാറക്കടവ്. നമുക്കറിയാം, ദേവീക്ഷേത്രങ്ങളിൽ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഊരാളി അല്ലെങ്കിൽ കോമരം അല്ലെങ്കിൽ വെളിച്ചപ്പാട് എന്നൊക്കെ പറയുന്ന ഒരു ആളുണ്ട്. എന്നാൽ മണ്ണടി ദേവീക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ പറയുന്ന പേരാണ് കാമ്പിത്താൻ. ആ കാമ്പിത്താൻ്റെ അത്ഭുത സിദ്ധിയും കഴിവും ഒക്കെ വിളിച്ചു പോകുന്ന ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് ഇന്ന് കാമ്പിത്താൻ കടവിൽ എത്തിയിരിക്കുന്നത്. വാക്ക് വഞ്ഞിപ്പുഴി പണ്ടാരത്തിൽ അവർക്ക് പുത്ര സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഭാര്യാസമേതനായി മണ്ണടി ദേവീക്ഷേത്രത്തിൽ കഠിന വ്രതത്തോടുകൂടി പാചകമിരിക്കുകയുണ്ടായി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഊരാളി തുള്ളിക്കൊണ്ടുവന്ന് പണ്ടാരത്തിന് അവர்களോട് ഇപ്രകാരം ഉണർത്തിച്ചു: അല്ലയോ ഭക്തോത്തമ, ഇന്നേക്ക് 3-ാം ദിവസം ഒരാൾ ഇവിടെ വരും. അദ്ദേഹം അങ്ങയോട് പറയുന്ന രീതിയിൽ അങ്ങ് പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങയ്ക്ക് പുത്ര സൗഭാഗ്യം കൈവരും. 3-ാമത്തെ ദിവസം വിദേശിയായ ഒരു യാചകൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ ക്ഷേത്രത്തിലെത്തുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയും കുടയും അതുപോലെ തന്നെ വടിയുമൊക്കെ വലിച്ച് എറിഞ്ഞതിന് ശേഷം ദണ്ട നമ്മൾ ഈ കാണുന്ന എനിക്ക് മുമ്പിലുള്ള ഈ ആറിലേക്ക് എടുത്ത് ചാടി ആ കയത്തിൽ മുങ്ങി കുളിച്ചതിനു ശേഷം ക്ഷേത്രത്തിൻ്റെ 4 നടകളിലും എത്തുകയും അട്ടഹസിച്ചുകൊണ്ട് ഞാൻ കാമ്പിത്താനാണ് എന്ന് പറയുകയും ഒപ്പം ഭണ്ഡാരത്തിൻ അവരുടെ അടുത്ത് ചെന്ന് അങ്ങ് ഒരിക്കലും വിഷമിക്കേണ്ട, അങ്ങയ്ക്ക് പുത്ര സൗഭാഗ്യം ഉണ്ടാവും, എനിക്ക് ഒരു ഉച്ചബലി നടത്തിയാൽ മതി എന്ന് പറയുകയും ഉച്ചബലി നടത്തേണ്ട രീതികളെപ്പറ്റിയും അതിൻ്റെ ക്രമങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന് വിവരിച്ച് കൊടുക്കുകയും ചെയ്യും. ആയതിന് പ്രകാരം ഒരു ഉച്ചബലി നടത്തുകയും ഭണ്ഡാരത്തിന് ഒരു ഉണ്ണി പിറക്കുകയും ചെയ്തു. അതോടുകൂടി ഈ കാമ്പിത്താൻ്റെ പ്രസിദ്ധി വളരെയധികം വ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ദേവീക്ഷേത്രങ്ങളിലേക്ക് ധാരാളം ഭക്തരെത്തുകയും അരുൾപ്പാട് കേൾക്കാൻ വേണ്ടി ഭക്തർ കാമ്പിത്താനെ സന്ദർശിക്കുകയും അങ്ങനെ കാമ്പിത്താൻ്റെ പ്രസിദ്ധി മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയും ഉണ്ടായി. അരുൾപ്പാട്, ദേവിയുടെ അരുൾപ്പാടെന്ന് മനസ്സിലാക്കിയ ഭണ്ഡാരത്തിന് അവர்கள் ഉച്ചബലി നടത്തുകയും ഭണ്ഡാരത്തിന് ഉണ്ണി പിറക്കുകയും ചെയ്തു. അതോടുകൂടി ഭണ്ഡാരത്തിന് വളരെയധികം സന്തോഷമുണ്ടാവുകയും അദ്ദേഹത്തിന് സ്ഥിരമായി അവിടെ താമസിക്കുന്നതിന് ചിലവിനുള്ള എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം അവിടെ സ്ഥിരമായി താമസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. ഒരു ദിവസം കായംകുളത്ത് രാജാവ് പുത്ര സൗഭാഗ്യത്തിന് വേണ്ടി കാമ്പിത്താനെ സന്ദർശിക്കുകയുണ്ടായി. ഉടനെ കാമ്പിത്താൻ തുള്ളിക്കൊണ്ട് പറഞ്ഞു: അങ്ങ് എനിക്ക് തരാമെന്ന് പറഞ്ഞു തരണം, അതുപോലെ തന്നെ അധികമായി ഒരു ഉച്ചബലി നടത്തുകയും ചെയ്യാമെങ്കിൽ അങ്ങക്ക് തീർച്ചയായും പുത്ര സൗഭാഗ്യങ്ങളുണ്ടാവും. ഇത് കേട്ട് കായംകുളത്ത് രാജാവ് അത്ഭുതപ്പെട്ടു. കാരണം മണ്ണടി ദേവീക്ഷേത്രത്തിലേക്ക് വില കൂടിയ ഒരു പൊന്മുടി നൽകാമെന്നും തൻ്റെ കുട്ടികളുടെ അന്നപ്രാശന ശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൊഴിപ്പിക്കാമെന്നും ഒക്കെ രാജാവ് നേർന്നിരുന്നു. ക്രമേണ രാജാവ് ഇത് മറക്കുകയും ചെയ്തു. എന്നാൽ രാജാവ് മറ്റാരോടും പറഞ്ഞതുമില്ല. ഈ മറന്നുപോയ കാര്യങ്ങൾ രാജാവിനെ ഓർമ്മിപ്പിച്ചപ്പോഴാണ് രാജാവിന് വളരെയധികം ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ചെയ്യാം എന്ന് സമ്മതിക്കുകയും രാജാവ് ഒരു ഉച്ചബലി നടത്തുകയും വില കൂടിയ ഒരു പൊന്മുടി മണ്ണടി ക്ഷേത്രത്തിന് നേർച്ചയായി കൊടുക്കുകയും ചെയ്തു. ക്രമേണ രാജാവിന് ഉണ്ണി പിറക്കുകയും ചെയ്തു. അങ്ങനെ ഈ കാമ്പിത്താൻ പറയുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ ഫലിക്കുന്നു എന്ന ഒരു ധാരണ ഭക്തജനങ്ങളിടയിൽ വ്യാപകമാവുകയും
ധാരാളം ആളുകൾ മണ്ണടി ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തുകയും ചെയ്തു. കാമ്പിത്താൻ്റെ അത്ഭുത സിദ്ധികൾ മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവ് അറിയാനിടയായി. പാണ്ഡ്യരാജാവ് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച് ഓരോ വാളും ഓരോ ചിലമ്പും കാമ്പിത്താന് കൊടുക്കാൻ തീരുമാനിച്ചു. കാമ്പിത്താൻ നേരിട്ട് വരുന്ന പക്ഷം സ്വർണം കൊണ്ട് നിർമ്മിച്ച വാളും ചിലമ്പും കൊടുക്കാമെന്നും, കാമ്പിത്താൻ മറ്റാരെങ്കിലും അയക്കുകയാണെങ്കിൽ വെള്ളി കൊണ്ട് നിർമ്മിച്ച ചിലമ്പും വാളും കൊടുക്കാമെന്നും രാജാവ് നിശ്ചയിച്ചുറപ്പിച്ചു. ഒരു ദിവസം സന്ധ്യയോടെ തൻ്റെ ചുറ്റും കൂടി നിന്നവരോടായി കാമ്പിത്താൻ പറഞ്ഞു, എനിക്ക് ഒരാൾ ചില സമ്മാനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു, ഞാൻ അത് വാങ്ങിക്കാനായി പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും കാമ്പിത്താൻ വേഗത്തിൽ നടക്കാൻ ആരംഭിച്ചു. ക്രമേണ ഓട്ടം തുടങ്ങി. ചുറ്റുമുണ്ടായിരുന്നവരിൽ കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നെങ്കിലും വളരെ പെട്ടെന്ന് കാമ്പിത്താൻ അപ്രത്യക്ഷനായി. അങ്ങനെ മറ്റുള്ളവർ മടങ്ങിപ്പോന്നു. രാത്രിയോടെ കാമ്പിത്താൻ രാജാവിൻ്റെ അടുത്തെത്തി. പാണ്ഡ്യരാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് കാമ്പിത്താനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളെയും സംസാരവും ഒക്കെ കണ്ട് മനസ്സിലാക്കുക കാമ്പിത്താൻ എന്ന് മനസ്സിലായി. ഉടൻ കാമ്പിത്താൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എനിക്ക് അങ്ങ് തരാമെന്ന് പറഞ്ഞത് വേഗത്തിൽ തരണം. അപ്പോൾ രാജാവ് വെള്ളി കൊണ്ട് നിർമ്മിച്ച വാളും ചിലമ്പും കാമ്പിത്താന് കൊടുക്കാനായി കൊണ്ടുവന്നു. അതിലേക്ക് നോക്കിക്കൊണ്ട് കാമ്പിത്താൻ പറഞ്ഞു, എനിക്ക് തരാനായി അങ്ങ് ഒരുക്കി വെച്ചതല്ല, ഞാൻ നേരിട്ട് വന്നാൽ എനിക്ക് തരാൻ വേണ്ടിയുള്ളത് തരണം, അല്ലെങ്കിൽ ഞാൻ അത് എൻ്റെ സ്ഥലത്ത് എത്തിപ്പിച്ചുകൊള്ളാം. ഇത് കേട്ട് അത്ഭുതപ്പെട്ട പാണ്ഡ്യരാജാവ് ക്ഷമാപണം ചെയ്തതിന് ശേഷം സ്വർണം കൊണ്ട് നിർമ്മിച്ച ചിലമ്പും വാളും അദ്ദേഹത്തിന് സമ്മാനിക്കുകയും അങ്ങനെ പുലരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തിരിച്ച് മണ്ണടി ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. കാമ്പിത്താന്മാർ തുടർന്ന് വിശേഷ ദിവസങ്ങളിലും തുള്ളുന്ന അവസരങ്ങളിലും ഒക്കെ മധുരയിലെ പാണ്ഡ്യരാജാവ് സമ്മാനിച്ച വാളും ചിലമ്പും ധരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കാമ്പിത്താൻ്റെ മരണശേഷം ആ വിലപിടിപ്പുള്ള വാളും ചിലമ്പും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാമ്പിത്താൻ കടവിൻ്റെ ഒരു ഭാഗത്തുള്ള അഗാധമായ ആ കയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കാമ്പിത്താൻ ഇല്ലാതെ ജനങ്ങൾ വളരെയധികം വിഷമിച്ചു. ഒരു കാമ്പിത്താൻ ഉണ്ടാകണമെന്ന് ആളുകൾ വളരെയധികം ആഗ്രഹിച്ചു. ആ സാഹചര്യത്തിൽ ഒരു ചുമട് ഉപ്പുമായി ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ മണ്ണടി ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുകയും ചുമട് താത്തു വച്ചതിന് ശേഷം മരത്തണലിൽ വിശ്രമിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവം മാറുകയും അദ്ദേഹം അട്ടഹസിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന നദിയിലേക്ക് ചാടി മുങ്ങി കുളിച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ നടയിലെത്തുകയും ഞാൻ കാമ്പിത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് നേരിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. അടുത്ത വെള്ളിയാഴ്ച കുടപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കുടപ്പാറ നമുക്കറിയാം, അത് കൊല്ലം ജില്ലയിലെ കലഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കുടപ്പാറ. കുടപ്പാറയിൽ വെച്ച് നമുക്ക് കാണാമെന്നാണ് ഇദ്ദേഹം ആളുകളോട് പറഞ്ഞത്. അടുത്ത വെള്ളിയാഴ്ച തന്നെ ആളുകൾ കുടപ്പാറയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഈ പാണ്ഡ്യരാജാവ് നൽകിയ ആ സ്വർണ്ണ വാളും ചിലമ്പും ഒക്കെ ഏന്തിക്കൊണ്ട് ആ കുടപ്പാറ എന്ന് പറയുമ്പോൾ വലിയ ഉയരത്തിൽ ചെയ്യുന്ന ഒരു പാറയാണ്, ചുറ്റും കാടാണ്, മൃഗങ്ങളും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് സാധാരണക്കാർക്ക് അതിൽ കയറാൻ സാധ്യമല്ല. ഈ മനുഷ്യൻ ആ കുടപ്പാറയിൽ നിന്ന് നൃത്തം ചവിട്ടെന്നാണ് ആളുകളെ കണ്ടത്. ആളുകളെ കണ്ടപ്പോൾ തന്നെ അയാൾ അവിടെ നിന്ന് ഇറങ്ങി വരികയും ഒപ്പം 3-4 കടുവാക്കുട്ടികളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. കടുവാക്കുട്ടികളെ തിരിച്ചുവിട്ടതിന് ശേഷം ആളുകൾ അദ്ദേഹത്തെ മണ്ണടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും കാമ്പിത്തനായി വാഴിക്കുകയും ചെയ്തു. ഒരു ദിവസം അദ്ദേഹം ഈ കടവിലെത്തുകയും ഈ കടവിൽ ഉള്ളിൽ ഒരു ദേവി ഇരിപ്പുണ്ടെന്നും അവിടെ പൂജ നടത്തണമെന്നും പറഞ്ഞ് പൂജാ വസ്തുക്കളുമായി നിവേദ്യത്തിനുള്ള വസ്തുക്കളുമൊക്കെയായി ഈ പുഴയിൽ മുങ്ങുകയും ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ചൂടാറാത്ത നിവേദ്യങ്ങളുമായി പൊങ്ങി വരികയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ കാമ്പിത്താൻ്റെ അത്ഭുതങ്ങൾ എല്ലായിടവും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ തിരുവാങ്കൂർ മഹാരാജാവിൻ്റെ ക്ഷേത്രമായ പത്മനാഭ ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. രാജാവ് സ്വന്തം നിലയിൽ അന്വേഷിച്ചിട്ട് എത്ര തന്നെ അന്വേഷണം നടത്തിയിട്ടും ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടുകിട്ടുകയോ അത് മോഷ്ടിച്ചത് ആരാണെന്ന് അറിയുകയോ ചെയ്തില്ല. ഉടൻ തന്നെ രാജാവിൻ്റെ
വിശ്വസ്തരായ ചില ഭൃത്യന്മാരെ കാമ്പിത്താൻ്റെ അടുത്തേക്ക് അയച്ചു. കാമ്പിത്താൻ തുള്ളിക്കൊണ്ട് ആ മോഷണം മുതൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും ആരാണ് മോഷ്ടിച്ചതെന്നും പറഞ്ഞു കൊടുത്തു. അതിന് പ്രകാരം അന്വേഷണം നടത്തി മോഷണം മുതൽ കണ്ടെടുക്കുകയും മോഷ്ടിച്ച ആളെ തിരിച്ചറിയുകയും അയാൾക്ക് ഉചിതമായ ശിക്ഷ കൊടുക്കുകയും ചെയ്തു. കാമ്പിത്താൻ്റെ കഴിവിലും സിദ്ധിയിലുമൊക്കെ വളരെയധികം അത്ഭുതം തോന്നിയ തിരുവിതാംകൂർ മഹാരാജാവ് കൊല്ലം ജില്ലയിലെ പട്ടാഴി എന്ന് പറയുന്ന ദേശം കാമ്പിത്താനെ കരവൊഴിവായി പതിച്ചു കൊടുത്തു. പട്ടാഴി ദേശത്തിൻ്റെ നിലവും പുരയിടങ്ങളും ഒക്കെ കാമ്പിത്താൻ കുടിയാന്മാർക്ക് പാട്ടത്തിന് കൊടുക്കുകയും പാട്ടം പിരിച്ചെടുക്കുകയും ചെയ്തു. പട്ടാഴി ദേവീക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം നടത്തിയത് കാമ്പിത്താനാണ്. അങ്ങനെ അദ്ദേഹം സകലർക്കും അറിയപ്പെടുന്നവനായി, എല്ലാ ആളുകളുടെയും സങ്കടങ്ങൾക്ക് പരിഹാരം കാണുന്നവനായി ആയപ്പോഴത്തെ ധാരാളം ആളുകൾ ക്ഷേത്രത്തിലേക്ക് വരികയുണ്ടായി. അങ്ങനെ മണ്ണടി ക്ഷേത്രത്തിലെ വഴിപാടായി കിട്ടുന്ന നല്ലൊരു ഭാഗം കാമ്പിത്താൻ്റെ കൈവശം വരികയും ക്ഷേത്ര ഭാരവാഹികളും കാമ്പിത്താനുമായി ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ കാമ്പിത്താന് കാലഗതിയെ പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം ഒരു പെട്ടിയിലാക്കി ഉപ്പും കർപ്പൂരവും ഒക്കെ ചേർത്ത് അത് പട്ടാഴി ക്ഷേത്രത്തിന് സമീപമുള്ള കാമ്പിത്താൻ നടയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഒരു കാമ്പിത്താൻ്റെ മൃതശരീരം ശേഷക്രിയയും ഉദയക്രിയയൊക്കെ ചെയ്യണമെങ്കിൽ മറ്റൊരു കാമ്പിത്താൻ ആവശ്യമാണ്. തുടർന്ന് കാമ്പിത്താൻ ഉണ്ടാവാത്തതിനാൽ ആ ശവശരീരം അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ കുടികൊള്ളുന്ന ഇതിഹാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഏത് ജോലിയായിരുന്നെങ്കിലും നമ്മൾ ഏത് തരത്തിലുള്ള ജീവിതമാണ് സ്വീകരിക്കുന്നെങ്കിലും ഇത്തരത്തിലുള്ള അറിവുകൾ മനസ്സിലാക്കേണ്ടതും അത് ഓർക്കേണ്ടതുമൊക്കെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ഊഹിച്ചെടുക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം.